എന്ത് ബ്രസീല്? ബ്രസീലൊക്കെ പണ്ടല്ലേ. ഇപ്പൊ ഫ്രാൻസും അർജന്റീനയുമാണ് മികച്ച ടീമുകൾ. പിന്നെ നെയ്മറൊക്കെ തീർന്നു. ഇപ്പൊ പ്രായമായി, പഴയ കളിയൊന്നുമില്ല. ബ്രസീലിനെ നേരിടുന്നതിന് മുമ്പ് ജപ്പാന്റെ താരം കെൻഡോ ഷിയോഗൈ പറഞ്ഞ വാക്കുകളാണ്. വലിയ രൂപത്തിൽ ഇത് വിവാദമായി. അയാളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പോയി ചിലർ പൊങ്കാലൊക്കെ ഇട്ടു. അതൊട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ബ്രസീലിൻ്റെ നായകൻ മാർക്കിന്യോസിനോട് ഈ കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ മാർക്കിന്യോസ് പറഞ്ഞൊരു മറുപടിയുണ്ട്. അവർ സംസാരിക്കട്ടെ, ഞങ്ങൾ ഇതൊക്കെ ഒരു മോട്ടിവേഷനായിട്ടാണ് എടുക്കുന്നത്. ബ്രസീൽ എക്കാലത്തും ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ മികച്ച ടീമാണ്, അതെക്കാലത്തും അങ്ങനെ തന്നെ തുടരുക തന്നെ ചെയ്യും എന്നുകൂടി മാർക്കിന്യോസ് പറയുന്നുണ്ട്. മാർക്കിന്യോസ് പറഞ്ഞ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അവർ ചിലക്കട്ടെന്നേ, ബാക്കി നമുക്ക് ഗ്രൗണ്ടിൽ കാണാം. അതാണ് മാർക്കിന്യോസിൻ്റെ ഒരു നിലപാട്. എന്തായാലും കളിക്ക് മുമ്പ് വലിയ വെല്ലുവിളികളാണ് നടക്കുന്നത്. ഹാജിമെ മൊഴിയാസു, ജപ്പാൻ്റെ കോച്ച്, പറഞ്ഞു, ബ്രസീലിനെ ഞങ്ങൾ വെല്ലുവിളിക്കും, തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഈ വേൾഡ് കപ്പ് ജയിക്കാൻ തന്നെ പറ്റും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ബ്രസീലിന് ഹിസ്റ്റോറിക്കലി വലിയ റാങ്കിങ് ഒക്കെ ഉണ്ടായിരിക്കും, പക്ഷെ ഞങ്ങളും ഒരുപാട് ഡെവലപ്പ് ആയിട്ടുണ്ട് എന്ന് ഹാജിമെ മൊറിയാസു പറയുമ്പോൾ അവിടെയുണ്ട് അവരുടെ ആത്മവിശ്വാസം. അത് അമിത ആത്മവിശ്വാസമാണോ, കൃത്യമായി അവരുടെ മികവ് കൊണ്ടുള്ളതാണോ എന്നുള്ളത് വേറെ ചോദ്യം. ചൂണ്ടിക്കാണിക്കുന്ന കാര്യം എന്താണെന്നറിയോ? കഴിഞ്ഞ ഒക്ടോബറിൽ ഫ്രണ്ട്ലി മത്സരത്തിൽ ബ്രസീലിനെ ഞങ്ങൾ തോൽപ്പിച്ചതാണ്, അത് ആവർത്തിക്കാൻ പറ്റും എന്ന് കോച്ച് പറയുമ്പോൾ അന്നത്തെ ടീമല്ല ഇന്നത്തെ ടീമെന്നും അന്നത്തെ ഫ്രണ്ട്ലി അല്ല ഇന്നത്തെ വേൾഡ് കപ്പ് എന്നും സ്വാഭാവികമായിട്ടും എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും. എന്തായാലും ബ്രസീൽ ടീം ഇന്ന് ജപ്പാനെതിരെ റൗണ്ട് ഓഫ് 32 കളിക്കാനിറങ്ങുന്നു. രാത്രി 10:30 തീ പറക്കുന്ന പോരാട്ടം പ്രതീക്ഷിക്കുന്നു. പ്ലേയിങ് 11 എന്താണ് എന്ന് ചോദിച്ചപ്പോൾ കോച്ച് ആഞ്ചലോട്ടി തുറന്നു പറയാൻ തയ്യാറായില്ല. അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്, ഞാനത് പറഞ്ഞാൽ നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് കളി കാണാൻ വരും, വേണ്ട, ഞാനൊന്ന് ആലോചിക്കട്ടെ, നിങ്ങളും ആലോചിക്ക്, നമുക്ക് സ്റ്റേഡിയത്തിൽ വെച്ച് പ്ലേയിങ് 11 അറിയാമെന്നാണ്. പക്ഷേ ബ്രസീലിയൻ മാധ്യമങ്ങൾ നൽകുന്ന ഒരു വിവരമുണ്ട്. അതനുസരിച്ച് ബ്രസീലിൻ്റെ പ്ലേയിങ് 11 കഴിഞ്ഞ മത്സരത്തിൽ ഇറങ്ങിയ ഏതാണ്ട് അതുപോലെ തന്നെയായിരിക്കും എന്നാണ് വിവരങ്ങളുള്ളത്. എന്ന് പറയുമ്പോൾ ഗോൾ കീപ്പറായിട്ട് അലീസൺ ബെക്കർ, ഡിഫൻസിൽ ഡാനിലോ മാർക്കിന്യോസ്, ഗബ്രിയൽ മെഗല്ലസ്, ഡഗ്ലസ് സാൻഡോസ്, മധ്യനിരയിൽ കാസമിറോ, ബ്രൂണോ ഗുയിമാരസ്, ലൂക്കാസ് പക്വറ്റ, മുന്നേറ്റ നിരയിൽ റയാൻ, മാത്യൂസ് കുഞ്ഞ, ആൻഡ് വിനി ജൂനിയർ. നെയ്മർ ജൂനിയർ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ ഇറങ്ങും. 15 മിനിറ്റിലധികം അദ്ദേഹത്തിന് കളിക്കാൻ പറ്റും. കളി എങ്ങനെ പുരോഗമിക്കുന്നു എന്നനുസരിച്ച് തീരുമാനമെടുക്കുമെന്നും ഇപ്പോൾ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുണ്ട്.